Hi students, in this video we are going to cover the part inserting a node in a linked list. The theory part I already explained in the previous video. I'm just cover it once again. See, now a new node is added to an already existing linked list. Okay, and mainly there are how many cases are there? Case 1, 2, 3, 4. That means we can add a new node inserted at the beginning and inserted at the end, and we can insert the node after a given node, and we can insert the node before a given node. ഓക്കെ 4 കേസസ് ആർ ദർ. അതായത് എന്തൊക്കെ കേസസ്? നമ്മൾ പറഞ്ഞ ഒരു നോഡ് ആ നോഡിൻ്റെ മുന്നേ ആഡ് ചെയ്യാം, ആ നോഡിൻ്റെ ശേഷം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം, ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ 4 കേസാണ് ഇൻസേർഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് പഠിക്കാനുള്ളത്. പ്രോഗ്രാം ഞാനൊന്ന് ചുരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇൻസേർഷൻ, അതായത് ലാബ് ക്വസ്റ്റ്യൻ ഒന്ന് ചുരുക്കിയിട്ടുണ്ട്. ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ്ങും ഇൻസേർഷൻ അറ്റ് ദ എൻഡും മതി. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ഓവർഫ്ലോ? നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അത് ഓവർഫ്ലോ ആയി എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? അവിടെ ഇനഫ് സ്പേസ് ഇല്ലയാണ്. നമുക്കത് എങ്ങനെയാണ് മനസ്സിലാവുക? അവയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റർ ഉണ്ട്, അതിൻ്റെ വാല്യൂ നള്ളാണ്, അല്ലെങ്കിൽ അവിടെ മെമ്മറി സെൽസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ ആയി, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഓക്കെ, then we can discuss the first case, insert a node at the beginning of the linked list. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഓൾറെഡി ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റാണ് ഇത്. എന്തൊക്കെയാണ്? 1 7 3 4 2 6 5. വാട്ട് ഈസ് ദ ലാസ്റ്റ് നോഡ്? 5. ഇനി നമ്മളൊരു പുതിയ നോഡിനെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ആ നോഡിൻ്റെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റയാണ്. സോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അലോക്കേറ്റ് മെമ്മറി ഫോർ ദ ന്യൂ നോഡ്. അത് എന്ത് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്? MLOC എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അത് MLOC ഫംഗ്ഷൻ എന്തിലാണ്? സ്റ്റാൻഡേർഡ് stdlib.hലാണ് ഈ MLOC ഫംഗ്ഷൻ ഉള്ളത്. MLOC.h എന്ന് എഴുതിയാലും കുഴപ്പമില്ല, പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹെഡർ ഫയലിലെ stdlib.h ആണ്. MLOC ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇത് ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MLOC ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ അലോക്കേറ്റ് മെമ്മറി ഫോർ ന്യൂ നോഡ്. MLOC ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ന്യൂ നോഡിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഡാറ്റാ പാർട്ടിലെ 9 അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. നെക്സ്റ്റ്, ആ നോഡിനെ എന്ത് ചെയ്യണം? ഫസ്റ്റ് നോഡ് ആക്കണം. അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട്, മേക്കിംഗ് ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ന്യൂ നോഡ് കണ്ടെയ്ൻ ദി അഡ്രസ് ഓഫ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്ത് തരുന്നത്? സ്റ്റാർട്ട് എവിടേക്കാണ് പോയിന്റ് ചെയ്ത് തരുന്നത്? 1ലേക്കല്ലേ? ആ 1ലേക്ക് നെക്സ്റ്റ് ന്യൂ നോഡ് ഇപ്പോൾ പോയിന്റ് ചെയ്തു, കണ്ടോ? അപ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് എന്താക്കിന്ന് കൊടുത്തു? സ്റ്റാർട്ട് എവിടേക്കാണ് പോയിന്റ് ചെയ്തത്? അവിടേക്ക് കൊടുത്തു. അതിനുശേഷം സ്റ്റാർട്ടിനെ മാറ്റി കൊടുക്കണം. സ്റ്റാർട്ട് ഇപ്പോൾ എന്താണ്? ന്യൂ നോഡാക്കി കൊടുത്തു. സോ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ക്ലിയർ ആവും ആ വീഡിയോ കാണുവാണെങ്കിൽ. സോ ഇൻസേർട്ടിങ് എൻ എലമെൻറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്, ഇറ്റ്സ് ഓവർ. ഇനി അതിൻ്റെ അൽഗോരിതമാണ് ഇവിടെ പറയുന്നത്. അൽഗോരിതം എന്ന് പറയുന്ന നേരത്ത് ചിലപ്പോൾ പ്രോഗ്രാം അല്ല ചോദിക്കുക, അൽഗോരിതം ആയിരിക്കും അവർ ചോദിക്കുക. അൽഗോരിതം പറയുമ്പോൾ ഈ പാർട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. കംപ്ലീറ്റ് പ്രോഗ്രാം എഴുതേണ്ട കാര്യമില്ല, കോർ ഭാഗം മാത്രം എഴുതിയാൽ മതി. സോ സ്റ്റെപ്പ് 1 ഇവിടെ എന്താ പറയുന്നത്? ആദ്യം തന്നെ ഓവർഫ്ലോ ആണോ എന്ന് നോക്കണം. കാരണം നമ്മളൊരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ. മെമ്മറിയിൽ സ്ഥലം തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാനും പറ്റില്ല. സോ ചെക്ക് ചെയ്യണം. അവൈൽ ഈസ് ഈക്വൽ ടു നൾ ആണെങ്കിൽ ഓവർഫ്ലോ എന്ന് എഴുതണം. ഗോ ടു സ്റ്റെപ്പ് 7. എന്താ? എക്സിറ്റ്. കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ക്ലിയർ ആയോ? ഇനി ഇത് ഇഫ് കണ്ടീഷൻ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 2ലേക്കാണ് ഇനി പോവുക. സോ സ്റ്റെപ്പ് 2ലേക്ക് പോയി. സ്റ്റെപ്പ് 2 ഇനി അതായത് അവൈൽ ഈക്വൽ ടു നള്ളാണോ നോക്കിയപ്പോൾ അല്ല. ദാറ്റ് മീൻസ് അവൈൽ നോട്ട് ഈക്വൽ ടു നള്ളാണ്. ദാറ്റ് മീൻസ് അവൈലബിലിറ്റി ഉണ്ട്, മെമ്മറിയിൽ സെൽസ് ഫ്രീ ആയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ എന്ത് ചെയ്യണം? മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവയിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ന്യൂ നോഡിന് എടുക്കുന്നത്. നമ്മളവിടെ കോഡ് എഴുതുന്നു എന്ന് പറഞ്ഞില്ലേ? ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു MLOC ഫംഗ്ഷൻ ഉപയോഗിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം എന്ന് പറയില്ലേ? അതിനുള്ള കോഡാണ് ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു അവയിൽ. ന്യൂ നോഡിനെ എന്താക്കി കൊടുക്കുന്നു? അവയിലാക്കി കൊടുക്കുന്നു.
ഇനി അവയിൽ ഇപ്പോഴത്തെ അവയിൽ എന്താണ്, അവയിൽ ഓഫ് നെക്സ്റ്റ് ആക്കി കൊടുക്കുന്നു. ഞാൻ ഈ പറഞ്ഞ 2 കോഡും ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ്, അതായത് ആദ്യത്തെ ലിങ്ക് ലിസ്റ്റിൻ്റെ ക്ലാസ്സിലെ അവയിലിൻ്റെ ഒരു സെക്ഷൻ പറയുന്നുണ്ടായിരുന്നു, അവയിലിൻ്റെ പോയിന്റർ മാറ്റി കൊടുക്കുന്നത്. അവിടെ ക്ലിയർ ആയാൽ മാത്രമാണ് ഇവിടെ പറയുന്നത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഇനി ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നാമത്തെ ലിങ്ക് ലിസ്റ്റിൻ്റെ വീഡിയോ എടുക്കുക. മിസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ആ ഭാഗം ഒന്നും കൂടെ കേൾക്കുക. ഓക്കെ, സോ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറിയിൽ നിന്നുമാണ് എന്തെടുക്കാൻ പോകുന്നത്, സ്പേസ് എടുക്കാൻ പോകുന്നത് ന്യൂ നോഡിനെ. സോ എന്ത് ചെയ്യണം, ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു അവൈൽ എന്ന് കൊടുക്കണം. അവൈലെ ഇപ്പം ന്യൂ നോഡിലേക്ക് കൊടുത്തല്ലോ, അപ്പം അവൈൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആക്കി കൊടുക്കണം. അവൈൽ ഈസ് ഈക്വൽ ടു അവൈൽ ഓഫ് നെക്സ്റ്റ് ആണ് 2 സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ചെയ്തു. ഇനി സെറ്റ് ന്യൂ, അതിനുശേഷം എന്ത് ചെയ്യണം, ന്യൂ നോഡ് ഓഫ് ഡാറ്റയ്ക്ക് വാല്യൂ കൊടുക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞ 9 കൊടുത്തില്ലേ, അതിൻ്റെ ഡാറ്റയിലേക്ക് വാല്യൂ കൊടുക്കുക. അതിനുശേഷം ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിലേക്ക് സ്റ്റാർട്ട് കൊടുക്കുക. പിന്നെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ന്യൂ നോഡ് കൊടുക്കുക, എക്സിറ്റ് കൊടുക്കുക. ഇതാണ് മെയിനായിട്ട് കോർ പാർട്ട്. അൽഗോരിതം ടു ഇൻസേർട്ട് എ ന്യൂ നോഡ് അറ്റ് ദ ബിഗിനിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ഇതാണ്. ആ സ്റ്റെപ്സ് മാത്രം എഴുതിയാൽ മതി. ഇതിങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഒരിക്കലും ഓർമ്മ ഉണ്ടാവില്ല, സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഓക്കെ, സോ കൺസെപ്റ്റ് എന്തായാലും ക്ലിയർ ആയിരിക്കണം. സോ ലിങ്ക് ലിസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് മിസ് ഒരു 30 മിനിറ്റ്സ് ഉണ്ട്, ഇത് ഭയങ്കര ബോറിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് കേൾക്കാതിരുന്നവർക്ക് നഷ്ടം. ഓക്കെ, മിസ്സിനല്ല, ഇതുവരെ കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേട്ടിട്ട് വേണം കേട്ടോ ഈ ക്ലാസ്സൊക്കെ പഠിക്കാൻ. ഫസ്റ്റ് ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ സിംഗിളി ലിങ്ക് ലിസ്റ്റ്, അതിൻ്റെ ക്രിയേഷൻ, അതിൻ്റെ ഡിസ്പ്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഇൻസേർഷനിലേക്ക് വരാൻ പാടുള്ളൂ. ഇത് ശരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിട്ടില്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പിന്നെ കയ്യിൽ നിന്ന് പോകും. ലിങ്ക് ലിസ്റ്റ് ഭയങ്കര ടഫാണ്, നമുക്കത് വിടാമെന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് മീതെ ഇനി കിടക്കുന്ന എല്ലാവരെയും വിടേണ്ടി വരും. സോ തുടക്കം മുതലേ പിടിച്ചോളൂ പിന്നാലെ. ഇപ്പം പഠിച്ചിട്ടില്ലെങ്കിൽ എന്നിരുന്നിട്ട് എന്ത് ചെയ്യുക, തുടക്കം മുതലേ ഈ പറഞ്ഞ ഇത്രയും ക്ലാസ്സസ് കവർ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യമുണ്ട്. ഒപ്പം പഠിച്ചു പോരുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ. അപ്പം ഞാനൊരു ക്ലാസ് മനഃപൂർവ്വം വിടാം, റിവിഷന് വേണ്ടി ഇടാം. ഓക്കെ, മിസ് ലിങ്ക് ലിസ്റ്റ് ഞങ്ങൾക്ക് ഒപ്പെത്താൻ പറ്റണില്ല, അതായത് ഓരോ ദിവസം ഇങ്ങനെ ഓരോ സെക്ഷൻ എടുത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് പറ്റണില്ല, ഒരു ദിവസം ഡിസ്കഷന് വെക്കുമെന്ന് നിങ്ങൾ പറയൂ. പക്ഷെ നിങ്ങളത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കണം. ഓക്കെ, മിസ്സിന് തോന്നണം നിങ്ങളത് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന്. ഇപ്പം തന്നെ അത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 4 or 5 മാക്സിമം 10-ലധികം പിള്ളേർ ഒപ്പം വരുന്നുമില്ല, പഠിക്കുന്നുമില്ല. ഓക്കെ, 10 പേരെങ്കിലും നോക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. സോ ബാക്കിയുള്ളവർക്ക് മാത്രമാണ് ആ നഷ്ടം. ഓക്കെ, നമ്മുടെ മാർക്ക് വരുമ്പോൾ മാർക്കിൻ്റെ അവിടെ പേര് നമ്മുടെ പേര് മാത്രമാണ്, ടീച്ചേഴ്സിൻ്റെ പേരുണ്ടാവില്ല. സോ ഇറ്റ്സ് ഓൺലി ഫോർ യു, റിമെമ്പർ ദാറ്റ്. സോ ലെറ്റ്സ് കം ബാക്ക് ടു ദ ടോപ്പിക്. എന്താ പറഞ്ഞു വന്നിരുന്നത്, ഇൻസേർഷനാണ്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം, അൽഗോരിതമാണ് ഇത്. ഈ അൽഗോരിതം ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യുന്നത് ഓവർഫ്ലോ ആണ്. ദാറ്റ് മീൻസ് അവയിലില്ലേ ഡാറ്റ ഉണ്ടോയെന്ന്. ഇപ്പോൾ ഒരു അവയിൽ ഞാനിവിടെ തൽക്കാലം വരയ്ക്കാം, എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവാൻ സാധ്യതയുണ്ട്. അവയിൽ 1 ഇതാണ് ഒരു അവയിൽ എന്ന് വിചാരിക്കുക. അവയിൽ ഇപ്പോൾ എങ്ങോട്ടാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്, 1ലേക്കാണ്. ദാറ്റ് മീൻസ് ഇത് അവൈലബിൾ ആണ്, ഇത് ഈ സ്പേസ്. അത് കഴിഞ്ഞ് അവയിലിൻ്റെ നെക്സ്റ്റ് ഏതാണ്, ഇപ്പോൾ ഈ സ്പേസും അവയിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവയിൽ ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു അവയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലമാണ് ആർക്ക് കൊടുക്കുന്നത്, ന്യൂ നോഡിന് കൊടുക്കുന്നത്. സോ അവയിൽ ഇപ്പോൾ ഇങ്ങോട്ടല്ലല്ലോ പോയിന്റ് ചെയ്യേണ്ടത്, അവയിലിൻ്റെ പോയിന്റർ ഇനി എങ്ങോട്ട് വേണം, 3 അല്ലേ. 3 എന്ന് പറയുമ്പോൾ ഇതാണ് ഇനി അവയിൽ വേണ്ടത്. അതെങ്ങനെ കിട്ടുക, അവയിൽ ഓഫ് നെക്സ്റ്റ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്ത് അവിടേക്ക് വേണം ഇനി അവയിലിനാക്കാൻ. അപ്പോൾ ഈ ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവയിൽ ഈസ് ഈക്വൽ ടു അവയിൽ ഓഫ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഈ കോഡ് ഇത് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു അവയിൽ എന്ന് പറയുമ്പോൾ ഈ സ്പേസ് ന്യൂ നോഡിന് കൊടുക്കും. അവയിൽ എന്താക്കി കൊടുക്കുകയാണ്, അവയിൽ ഈസ് ഈക്വൽ ടു അവയിൽ ഓഫ് നെക്സ്റ്റ് ആക്കുമ്പോൾ ഇനി അവയിൽ ഇങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം
ന്യൂ നോഡ് ഓഫ് ഡാറ്റയിൽ വാല്യൂ കൊടുത്തു, ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിലേക്ക് സ്റ്റാർട്ട് കൊടുത്തു, സ്റ്റാർട്ട് ന്യൂ നോഡ് ആക്കി കൊടുത്തു. ഇറ്റ്സ് ഓൾ വെരി സിമ്പിൾ. സോ ഇൻസേർഷൻ കഴിഞ്ഞു. ഇനി ഇൻസേർട്ടിങ് എ നോഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എൻഡിലാണ് നമ്മൾ പോയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എൻഡിൽ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ ചെയ്യേണ്ടത്? ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സ്റ്റാർട്ട് പോയിന്റർ വിൽ ബി പോയിന്റിങ് ടു ദ സ്റ്റാർട്ടിംഗ് പ്ലേസിലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് അവസാനത്തേക്ക് എത്തണം. അവസാനത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ട്രാവേഴ്സിങ് ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അത്? വേറൊരു പോയിന്റർ PTR എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡമ്മി പോയിന്ററിനെ എടുക്കുക. അതിനെ എങ്ങോട്ട് പോയിന്റ് ചെയ്യണം? സ്റ്റാർട്ട് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യണത് അവിടേക്ക് PTRനെ പോയിന്റ് ചെയ്യുക. എന്നിട്ട് PTRനെ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യുക. PTR ഈസ് ഈക്വൽ ടു PTR ഓഫ് നെക്സ്റ്റ് കൊടുക്കുക. എന്തായിരിക്കും കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്? PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ, അതായത് PTRൻ്റെ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ മീൻസ് ഒരു നോഡ് ഉണ്ട് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ PTRനെ ഇൻക്രിമെന്റ് ചെയ്യുക. ഇത് അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടേക്ക് എത്തും? അത് PTR ഓഫ് ലാസ്റ്റ് നോഡിലേക്ക് എത്തും. അതായത് അവിടെ PTR ഓഫ് നെക്സ്റ്റ് നള്ളായിരിക്കും. അവിടെ എത്തിയ ശേഷം അവിടെയാണ് ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതാണ് കോൺസെപ്റ്റ്. സോ അൽഗോരിതം ടു ഇൻസേർട്ട് എ ന്യൂ നോഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം നോക്കൂ. PTR ഇനീഷ്യലൈസ് വിത്ത് സ്റ്റാർട്ടുമായിട്ട് ഇനീഷ്യലൈസ് ചെയ്യുന്നു. PTR ഇപ്പോൾ ഫസ്റ്റ് നോഡിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. വൈൽ ലൂപ്പിലെ ട്രാവേഴ്സ് ചെയ്യുക ലിങ്ക്ഡ് ലിസ്റ്റിനെ ടു റീച്ച് ദ ലാസ്റ്റ് നോഡ് എത്തുന്നത് വരെ ട്രാവേഴ്സ് ചെയ്യുക. അപ്പം നമ്മൾ മുന്നേ പഠിച്ച ട്രാവേഴ്സിങ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വൺസ് റീച്ച് ദ ലാസ്റ്റ് നോഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ വെച്ചിട്ടാണ് ഈ പോയിന്റേഴ്സിൻ്റെ ലിങ്കൊക്കെ മാറ്റി കൊടുക്കേണ്ടത്. ലാസ്റ്റ് നോഡിനെ എന്ത് ചെയ്യണം? ടു സ്റ്റോർ ദി അഡ്രസ് ഓഫ് ന്യൂ നോഡ്. അപ്പം ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റിലേക്ക് എന്ത് കൊടുക്കണം? ന്യൂ നോഡ് കൊടുക്കണം. എന്നിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിലേക്ക് നള്ള് കൊടുക്കണം. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് ലാസ്റ്റ് ഇൻസേർട്ടഡ് ആയി. സോ നമുക്കതിൻ്റെ ഡയഗ്രാം കാണാം. സി ദിസ് ഈസ് ദ എക്സാമ്പിൾ. നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ദ മെമ്മറി ഫോർ ന്യൂ നോഡ്. അപ്പോൾ MLOC ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അവയിൽ നിന്നും എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഡാറ്റ പാർട്ട് 9 എന്ന് കൊടുക്കണം. നെക്സ്റ്റ് പാർട്ട് നള്ളാക്കി കൊടുക്കണം. ഓക്കെ. എന്നിട്ട് അപ്പോൾ അതായത് ഇങ്ങനെ ചെയ്തു. ലാസ്റ്റ് നോഡായതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇപ്പം തന്നെ നള്ളാക്കി കൊടുക്കാം. എന്നിട്ടൊരു പോയിന്റർ PTR എടുത്തു. അത് എവിടേക്കാണോ സ്റ്റാർട്ട് എവിടേക്കാണോ പോയിന്റ് ചെയ്ത് അവിടേക്ക് PTRും പോയിന്റ് ചെയ്തു. ഇനി PTRനെ ലാസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യണം. ട്രാവേഴ്സ് ചെയ്യുക. അപ്പോൾ PTR ഈസ് ഈക്വൽ ടു PTR ഓഫ് നെക്സ്റ്റ്. സോ ഫസ്റ്റ് ഇവിടേക്കല്ലേ PTR പോയിന്റ് ചെയ്യുന്നത്. PTRൻ്റെ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണോ? ആണ്. സോ PTR ഈസ് ഈക്വൽ ടു PTR ഓഫ് നെക്സ്റ്റ്. അപ്പോൾ PTR ഇപ്പോൾ ഇവിടേക്കായി പോയിന്റ് ചെയ്തത്. വീണ്ടും ചെക്ക് ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണോ? യെസ്. അപ്പോൾ PTR ഇപ്പോൾ എവിടെയായി? ഇവിടേക്കായി. കാരണം എന്താ കോഡ്? PTR ഈസ് ഈക്വൽ ടു PTR ഓഫ് നെക്സ്റ്റ്. വീണ്ടും ചെക്ക് ചെയ്തു. PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണോ? യെസ്. സോ PTR ഇപ്പോൾ എവിടേക്കാണ് പോയിന്റ് ചെയ്തത്? PTR ഇപ്പോൾ ഇവിടേക്ക് പോയിന്റ് ചെയ്തു. ഇനി വീണ്ടും ചെക്ക് ചെയ്തു. PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണോ? യെസ്, നോട്ട് ഈക്വൽ ടു നള്ളാണ്. സോ PTR ഇപ്പോൾ ഇവിടേക്ക് പോയിന്റ് ചെയ്തു. വീണ്ടും ചെക്ക് ചെയ്തു. PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണോ? യെസ്. സോ PTR ഈസ് ഈക്വൽ ടു PTR ഓഫ് നെക്സ്റ്റ്. ഇപ്പോൾ ഇവിടെയായി. ദ ലാസ്റ്റ് വൺ എന്താ ചെക്ക് ചെയ്ത്? PTR ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. യെസ്. സോ PTR ഇവിടേക്ക് പോയിന്റ് ചെയ്തു. PTR ഇപ്പോൾ ഇവിടെ റീച്ച് ചെയ്തോട്ടാണ്. അതാണ് അവരിവിടെ PTR എഴുതിയിട്ടുള്ളത്. ഇത്രയും ഈ ഒരു സംഭവം ഇവിടെ ചെയ്യുന്നതാണ് ട്രാവേഴ്സിങ്. എന്താണ്? ട്രാവേഴ്സിങ്. ഓക്കെ. അപ്പോൾ അങ്ങനെ PTR ലാസ്റ്റ് നോഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ PTRൻ്റെ നെക്സ്റ്റ് പാർട്ടിലാണ് എന്ത് കൊടുക്കേണ്ടത്? ന്യൂ നോഡ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ന്യൂ നോഡ് ഏതാ? ഇതാണ് ന്യൂ നോഡ്. ആ ന്യൂ നോഡ് കൊടുക്കേണ്ടത്. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. സി add new node after the node pointed by PTR. This is done by storing the address of new node in the next part of PTR. ഇവിടെ എന്താ ചെയ്യുന്നത്? PTRൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് ന്യൂ നോഡ് കൊടുക്കുന്നു. So this is the diagram inserting an element at the end of the linked list. So this is the algorithm inserting an element at the end. സോ ഇതാണ് ഇപ്പോൾ പറയുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഓവർഫ്ലോ ആണോ എന്ന് നോക്കണം. ഇഫ് അവൈൽ ഈസ് ഈക്വൽ ടു നൾ ആണെങ്കിൽ റൈറ്റ് ഓവർഫ്ലോ, ഗോ ടു സ്റ്റെപ്പ് 10. ഓക്കെ. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് 2 എന്ത് ചെയ്യണം? സെറ്റ് ന്യൂ നോഡ് ഈസ് ഈക്വൽ ടു അവൈൽ. അവയിൽ നിന്നും ന്യൂ നോഡിന് സ്ഥലം കൊടുത്തു.
അതിനുശേഷം അവയിൽ സെറ്റ് ചെയ്യണം. അവയിൽ ഈസ് ഈക്വൽ ടു അവയിൽ ഓഫ് നെക്സ്റ്റ് ആക്കി കൊടുക്കും. ഇത് എല്ലായിടത്തും വരുന്നതാണ്, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി എന്ത് ചെയ്യണം, ന്യൂ നോഡ് ഓഫ് ഡാറ്റയിൽ വാല്യൂ കൊടുത്തു, ന്യൂ നോഡ് ഓഫ് നെക്സ്റ്റിൽ നള്ള് കൊടുത്തു. അതായത് എന്ത് ക്രിയേറ്റ് ചെയ്തു, നമ്മളിവിടെ 9 എന്ന് എഴുതി ഇവിടെ നള്ള് സെറ്റ് ചെയ്ത സംഭവം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യാണ്, പി ടി ആറിനെ സെറ്റ് ചെയ്യാണ്. പി ടി ആറിന് ഈക്വൽ ടു സ്റ്റാർട്ട് കൊടുത്തു. ദിസ് ഈസ് ട്രാവേഴ്സിങ്. എന്താ ചെയ്യണത്, റിപ്പീറ്റ് സ്റ്റെപ്പ് 8 എന്ത് ചെയ്യണം, വൈൽ പി ടി ആർ ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. പി ടി ആർ ഓഫ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളല്ല. അതിനർത്ഥം എന്താ, പി ടി ആർ ഓഫ് നെക്സ്റ്റിൽ ഒരു നോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രാവേഴ്സ് ചെയ്യണം. പി ടി ആർ ഈസ് ഈക്വൽ ടു പി ടി ആർ ഓഫ് നെക്സ്റ്റ് കൊടുക്കും. അപ്പോൾ ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പ് ഇങ്ങനെ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അണ്ടിൽ ഇറ്റ് റീച്ച് ദ ലാസ്റ്റ് നോഡ്. ലാസ്റ്റ് നോഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, പി ടി ആറിൻ്റെ നെക്സ്റ്റിലേക്ക് ന്യൂ നോഡ് കൊടുത്തു, എക്സിറ്റ്. ദിസ് ഈസ് ദി അൽഗോരിതം ടു ഇൻസേർട്ട് ആൻ എലമെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇനി ഇതിൻ്റെ ഡയഗ്രാം ഞാൻ വരച്ചിട്ട് ബോർഡിൽ, ഞാൻ എൻ്റെ വൈറ്റ് ബോർഡിൽ വരച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പം നിൽക്കുന്ന കുറച്ച് ഡൗട്ട്സ് അപ്പോൾ ക്ലിയർഡ് ആവും. പിന്നെയും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാർട്ടിംഗ് ക്ലാസ് മുതലേ പഠിച്ചിട്ടില്ല. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, താങ്ക് യു.